ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വയം ഉരുകി ഉരുകി നീ മരിക്കണം. അവള് നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞിന്റെ മുഖം നിന്നെ ഒന്ന് കാണിക്കുക കൂടി ചെയ്യാതെ നിന്നെ വിട്ടകലും. അങ്ങനെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയതുപോലെ നീ വീണ്ടും അനാഥനാകും. ആ രാജ്യത്ത് ചുക്കാപ്പി ഉണ്ടാക്കാൻ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജഗൻ അങ്കിള് ചുക്കാപ്പി ഉണ്ടാക്കി. ഇവിടെ നിന്നാലേ വന്ദന അമ്മ കഥ പറയുന്നത് കുളവാക്കും. വാ, നമുക്ക് അപ്പുറത്ത് പോയിരുന്ന് കഥ പറയാം. നിരഞ്ജൻ, ഡാ വിക്രമേ, ഞാനാടാ നിരഞ്ജൻ. നീ എന്റെ നെഞ്ചത്ത് വെക്കാൻ ഓർഡർ ചെയ്ത റീത്തുണ്ടല്ലോ, അത് വേണ്ടാന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ചത്തിട്ടില്ലടാ. നീ എന്നെ കൊല്ലാൻ അയച്ചവന്മാര് കൃത്യമായി തന്നെ എന്നെ തേടി വന്നു. പക്ഷേ ചോര കണ്ട് അറപ്പ് തീർന്നവനാണ് ഞാനെന്ന് നീ എന്താണ് അവരോട് പറയാത്തത്? പറഞ്ഞില്ലേലും ഇപ്പോ അവന്മാർക്കത് മനസ്സിലായി കാണും. ഇനി ഈ ജന്മത്തില് അവന്മാര് കൊട്ടേഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല. എല്ലാത്തിനും മൾട്ടി ഫ്രാക്ചറാ. ഒരുത്തനെ ഞാൻ അങ്ങ് തീർക്കാൻ പോയതാണ്, പിന്നെ ഞാൻ അങ്ങ് വിട്ടു. എന്നാലും അവന്റെ ഒരു കണ്ണടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അല്ല, നീ എന്ത് വിചാരിച്ചടാ? എന്നെ എളുപ്പത്തിൽ അങ്ങ് തീർക്കാന്നോ? ഞാൻ ചെറ്റേ, ഞാൻ നിന്നോട് ചോദിച്ചതേ എനിക്ക് അവകാശപ്പെട്ട പണോടാ. അത് തന്നു കഴിഞ്ഞാ നീയും ഞാനും തമ്മിലുള്ള ബന്ധേ തീരും. അതിനിടയിൽ എന്തെങ്കിലും അറാമ്പിറപ്പ് കാണിച്ച നീ ആ ഉണ്ടാക്കിയെടുത്തൊരു കുടുംബം ഉണ്ടല്ലോ, അതുകൂടി ഞാൻ മൂടോടെ അങ്ങ് നശിപ്പിക്കും. എന്റെ മൂന്നാം കണ്ണ് തുറന്ന് ഞാൻ ചുട്ടു ഭസ്മമാക്കും. പിന്നെ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് നിന്റെ ഭാര്യയാണല്ലോ. അവളെ ഞാൻ കൊല്ലുന്നതേ ഇഞ്ചിഞ്ചായിട്ടായിരിക്കോടാ. നോ, ആദ്യം നിന്റെ ആ രഹസ്യ ബിസിനസ് ഉണ്ടല്ലോ, അത് ഞാൻ അവളെ അങ്ങ് അറിയിക്കും. അതും തെളിവ് സഹിതം. അങ്ങനെ പതിയെ പതിയെ നിന്റെ ഓരോരോ രഹസ്യങ്ങളായിട്ട് ഞാൻ അവളെ അറിയിക്കും. ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണിനെ നിന്റെ വിശേഷങ്ങളൊക്കെ അറിയിച്ചാലുള്ളൊരു ഷോക്ക് നിനക്ക് ഊഹിക്കാലോ അല്ലേ? വേണ്ട. വേണം. നീ എന്റെ ജീവൻ എടുക്കാനല്ലേ ആളെ വിട്ടത്? ഞാനേ ജീവനോടെ നിന്നെ അങ്ങ് ദഹിപ്പിക്കാൻ പോവാടാ.
സ്വയം ഉരുകി ഉരുകി നീ മരിക്കണം. അവള് നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞിന്റെ മുഖം നിന്നെ ഒന്ന് കാണിക്കുക കൂടി ചെയ്യാതെ നിന്നെ വിട്ടകലും. അങ്ങനെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയതുപോലെ നീ വീണ്ടും അനാഥനാകും. നിന്നെ ഉണ്ടല്ലോ ഞാൻ നടു റോഡിൽ ആരോരുമില്ലാത്തവനായിട്ട് നിർത്തും. ഏട്ടാ, ആരാ ഫോണില്? എന്തു പറ്റി ഏട്ടാ? ആരായിരുന്നു ഫോണില്? അത് ആരുമില്ല. ആരുമില്ലേ? പിന്നെ ആരോടാ സംസാരിച്ചത്? അതൊരു റോങ് നമ്പറാ. ഒരു റോങ് നമ്പറിനോട് ഇത്രയും സംസാരോ? അതെ, ഇതേ UK നിന്നൊരു കോളായിരുന്നു. ഒരു ഗസലല്ലേ ഇന്ന്. ഞാൻ ഗസലാണെന്നും പറഞ്ഞ് വെറുതെ അവനെ കുറെ പൈസ കളയിപ്പിച്ചു. പാപം. എന്തിനാ അവന് ഈ ആവശ്യത്തെ പണിക്ക് പോകുന്നേ? എന്തിനാ ഉറങ്ങിക്കിടന്നെ വിളിച്ചോർത്തുന്നേ? എന്താ അല്ലേ? മനോജ് സാർ, ഉദ്യോഗത്തിന് പോയിരിക്കും. എവിടെയാണാവോ ഇപ്പൊ കളക്ടറിന്റെ ഒഴിവുള്ളത്? ഭർത്താവിന്റെ ശമ്പള കാശുകൊണ്ടേ ഭാര്യ ജീവിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചാലേ പെട്ടുപോവില്ലേ? ദേഹമനക്കാത്ത ഏത് ഭർത്താവും അനങ്ങിപ്പോവും. അല്ല, ശമ്പളം 1 ലക്ഷത്തിന് പുറത്തുണ്ടോ അതോ 3 ലക്ഷവും കടന്നു പോവോ? അതിനുത്തരം ഞാനിപ്പ പറയുന്നില്ല. സമയമാകുമ്പോ ഞാൻ കേൾപ്പിച്ചു തരാം. കേട്ടാ? ഓ, ഞാൻ സാറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തേ കാത്തിരിക്കാം. ഇപ്പൊ പോയാട്ടെ, ചെല്ല്. ആയിക്കോട്ടെ. പോട്ടെ. പോടാ, പോ. വൃത്തിയായിട്ടവൻ. അച്ഛാ, പോയിട്ട് വരാം. മാനത്തെ കൊട്ടാ